കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും വലിയ ബേർഡ് സ്റ്റാച്ചു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയുന്ന ഒരു കാര്യമാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജടായുപാറ ഉള്ളത് എന്നുള്ള കാര്യം. അതേ കൊല്ലം ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിന് ഏകദേശം അരമണിക്കൂർ ദൂരമുള്ള പാരിപ്പള്ളി എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. നമ്മുടെ ഏറ്റവും പുതിയ ചാർജിങ് സ്റ്റേഷനാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള DM ചാർജിങ് സ്റ്റേഷൻ. അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കറക്റ്റ് സ്ഥലം എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിന് കൊല്ലം മെഡിക്കൽ കോളേജ് പോകുന്ന വഴി കൊല്ലം പരവൂർ റോഡാണ്. ആ പരവൂർ റോഡിൽ NH66ൻ്റെ അടുത്താണ്. ജസ്റ്റ് ഒരു 100 മീറ്റർ മാത്രം അടുത്തുള്ള ഒരു സ്ഥലമാണ്. പാരിപ്പള്ളിയിലാണ്, പ്രോപ്പർ പാരിപ്പള്ളി തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊല്ലം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ റൂട്ടിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ചാർജിങ് സ്റ്റേഷൻ ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നും വേണ്ട. നമ്മുടെ പുതിയ ചാർജിങ് സ്റ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ചാർജിങ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. DM ചാർജിങ് സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദേവി. DM ചാർജിങ്ങിൻ്റെ ഓണേഴ്സിൽ ഒരാളാണ്. പിന്നെ ഇതൊരു ഫാമിലി ഇതായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ പാരൻസ് ഒരു വർഷം മുമ്പ് EV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നെക്സോൺ EV. ഒരു വർഷം മുമ്പ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ എക്കണോമിക്കായിട്ട് തോന്നിയോണ്ടാണ് അവർ ഒരു EV വാങ്ങിച്ചത്. സോ അന്ന് ഒരു വർഷം മുമ്പ് ഞങ്ങൾ ചാർജ് ചെയ്ത് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ആസ് എൻ EV യൂസർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഈ അടുത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ അല്ലായിരുന്നു. തൊട്ടടുത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് പോകണമെങ്കിലോ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ഫാമിലിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇത് റോഡ് സൈഡിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന ഹൈവേയുടെ സൈഡിലായിട്ട് ഒരു 100 മീറ്റർ മാറി കൊല്ലം മെഡിക്കൽ കോളേജ് റോഡിൽ, പരവൂർ റോഡ് എന്നാണ് പറയുന്നത്, മെഡിക്കൽ കോളേജ് റോഡിലായിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരെണ്ണം തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ഐഡിയ വന്നത്. അതാണ് ഈ EV ചാർജിങ് സ്റ്റേഷന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു EV ചാർജിങ് സ്റ്റേഷൻ തുടങ്ങണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയാണ് ഒരു വെണ്ടറിലോട്ട് എത്തുന്നത്, ഫിൽസ് ഹബിലെ ബോബി സാറിന് അവിടെ ഞങ്ങൾ പോകുമായിരുന്നു, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഡിസൈൻ കണ്ടിട്ടും പിന്നെ സാറിൻ്റെ ഒരു റെഫറൻസിലാണ് കൊളംബിയ ലാബിനെ പരിചയപ്പെടുന്നത്. പിന്നെ വേറെ 1-2 കൊട്ടേഷൻസും ഒക്കെ നോക്കിയപ്പോഴത്തേക്കും ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയത്. ഞങ്ങളുടെ റിക്വയർമെന്റ്, ലൈക്ക് മെഷീൻ ആണെങ്കിലും ബാക്കിയുള്ള റിക്വയർമെന്റ്സും ബഡ്ജറ്റും എല്ലാം കറക്റ്റ് ആയിട്ട് വന്നപ്പോൾ അങ്ങനെയാണ് കൊളംബിയ ലാബുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണോ, എന്തൊക്കെയാണ് വേണ്ടത്, എന്ത് ലേ ഔട്ട് ആണ് വേണ്ടത്, പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള അപ്രൂവലുകൾ കിട്ടേണ്ട സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കൊളംബിയ ലാബ് നല്ലതായിട്ട് തോന്നി. അങ്ങനെയാണ് പ്രൊജക്ട് ടേക്കപ്പ് ചെയ്യുന്നത് കൊളംബിയ ലാബിനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പ്രൊജക്റ്റ് തീർക്കാനും സാധിച്ചു. ബാക്കിയുള്ള ഫെസിലിറ്റീസ് എന്ന കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. കൊളംബിയ ലാബുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആൻഡ് പ്രൊജക്റ്റും അത്യാവശ്യം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഒരു ഐഡിയേഷൻ പീരീഡ് കഴിഞ്ഞ് ഒരുപാട് ലാഗൊന്നും ഉണ്ടായില്ല. അതുമല്ല അവർക്ക് ഈ ഫീൽഡ് അത്യാവശ്യം ഫെമിലിയാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പല പ്രൊസീജിയേഴ്സും, ഈവൻ ചാർജിങ് ആപ്പുകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കുറച്ചും കൂടെ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ പല പ്രോസസ്സുകളും അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് EV-കളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്, ഒരുപാട് EV-കൾ ലോഞ്ച് ആവുന്നുണ്ട്.
ഞങ്ങളും വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് എല്ലായിടത്തും നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇനിയും EV ചാർജിങ് സ്റ്റേഷനുകൾ ഈ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ വളരെയധികം കുറവാണ്. അപ്പോൾ ഒരുപാട് എണ്ണം ഇനിയും തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു പെട്രോൾ പമ്പുകൾ പോലെ തന്നെ EV ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ അത്രയും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിലും അത്രയും കോമൺ അല്ല, വളരെ പോപ്പുലർ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എനർജിയെ ആ ഒരു രീതിയിൽ ഒരു ടെക്നിക്കലി ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത് ഒരുപാട് പേര് ഇനിയും ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഒരു EV ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വരുമെങ്കിലും അതൊരു കോൺസ്റ്റന്റ് പേസിലൊരു പേ ബാക്ക് റിട്ടേൺ ആവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ ഈവൻ ഇപ്പോൾ സോളാറോ അങ്ങനെ എന്തെങ്കിലും പെയർ ചെയ്യുവാണെങ്കിൽ പലപ്പോഴും വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഞാൻ 64 കൊല്ലമായി ഇവിടെ ക്ലിനിക്ക് തുടങ്ങിയത്. അന്ന് തുടങ്ങുമ്പോൾ അലോപ്പതിയും ആയുർവേദം കൂടി ഉണ്ടായിരുന്നു. ഞാൻ രണ്ടും കൂടി ഇൻറ്റിഗ്രേറ്റഡ് പഠിച്ചതാണ്. ഇപ്പോൾ ആയുർവേദം മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ, വേറെ ഒരു ഗുളിക പോലും അലോപ്പതി കൊടുക്കുന്നില്ല. ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുന്നത് എൻ്റെ ഇളയ മകൻ അരുൺ വേദവ്യാസൻ ആണ്. ചാർജിങ് സ്റ്റേഷൻ എൻ്റെ വീടിൻ്റെ മുമ്പിലും എൻ്റെ ക്ലിനിക്കിൻ്റെ സൈഡുമായിട്ട് അതിൽ ആൾക്കാർ ചാർജ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഞാൻ തന്നെ എണ്ണയോ എത്ര ഉണ്ടെന്ന് ചിലപ്പോൾ കണ്ട് പോണതറിയില്ല, പോണതേ അറിയുള്ളൂ. അങ്ങനെ ഇരിക്കുന്നു ഇവിടെ. കൊളംബിയ ലാബ് ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സിൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഓണറാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. അത് മാത്രമല്ല 2 ജനറേഷൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഏത് ജനറേഷൻ ആയാലും ഭാവിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഭാവിയിലേക്ക് ഒരു സംരംഭം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാലും 1-2 വർഷത്തിനുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനിയുള്ള കാലങ്ങളിലേക്ക് ഇതിനിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് പോകും, അങ്ങനെയൊന്നുമല്ല. ഇനിയുള്ള ഭാവി എപ്പോഴും കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക്, നിങ്ങളുടെ സപ്പോർട്ടിന് എപ്പോഴും കൊളംബിയ ലാബ് ഉണ്ടായിരിക്കും. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ ഗൈഡൻസിൻ്റെ സംശയങ്ങൾ വേണം, താല്പര്യമുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, എല്ലാത്തിനും നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു എപ്പിസോഡിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.